ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ, ഇത് ചിക്കൻ ഹാർട്ടാണ് കേട്ടോ. നമ്മുടെ ഓർഗൻ മീറ്റിൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലോ കലോറി ഉള്ള ഒരു ഓർഗൻ മീറ്റാണ് നമ്മുടെ ചിക്കൻ ഹാർട്ട് എന്ന് പറയുന്നത്. മസിൽ മെയിൻ്റനൻസിനും സ്കിൻ ഹെൽത്തിനും ഇമ്മ്യൂൺ ഫങ്ഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാമെന്നോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞ് അതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നന്നായി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വാട്ടുക. വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നീ മസാലകൾ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി തൊലി കളഞ്ഞ് പേസ്റ്റ് രൂപത്തിലാക്കി ഇതിലേക്ക് ഒഴിക്കുക. വെള്ളം വറ്റുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. എപ്പോഴും നമ്മുടെ ഹാർട്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഒരു തവണ മാത്രം കഴുകാനായിട്ട് ശ്രമിക്കുക. കാരണം അതിലുള്ള ബ്ലഡ് കണ്ടന്റ് അധികം പോകാത്തതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ടില്ല. ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുമ്പോൾ തന്നെ ഇതൊന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഇനി ഒരു ഗ്രേവി ടൈപ്പൊക്കെ ആണെങ്കിൽ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഒന്ന് അടച്ച് വേവിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും കുറേ വെള്ളം ഇറങ്ങി വരും. നോർമലി നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ടേസ്റ്റൊക്കെ ഫ്ലേവറൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡായിരിക്കും. സാധാരണ ഇത് നമ്മുടെ കരളിൻ്റെ കൂടെയൊക്കെയാണ് ഉണ്ടാവാറ്. പക്ഷെ അത് കുറച്ചും കൂടി സോഫ്റ്റാണ്. ഇത് കുറച്ച് ഹാർഡായിരിക്കും. ഈ പീസസ് കുറച്ച് ഹാർഡായിരിക്കും. ബട്ട് ടേസ്റ്റ് വൈസ് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു സാലഡ് കൂടി ആവാം. ഒരു സാലഡ് കുറച്ച് കുക്കുംബറും ക്യാരറ്റും അതുപോലെ കുറച്ച് യോഗേർട്ടും കുറച്ച് മാത്രം ചില്ലി ഫ്ലാക്സും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റൈസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന കുറച്ച് റൈസും പിന്നെ നമ്മുടെ കറിയും കുറച്ച് സാലഡും കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ കോമ്പിനേഷനും അതെ, അതുപോലെ തന്നെ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ലതായിരിക്കും. കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക.